ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എസുബി. അങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പൊട്ടേറ്റോ ഒക്കെ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, പൊക്കൊക്കെ നല്ലോണം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മെല്ലെ ഓരോന്നൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ ഓരോന്നൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ സ്പൂൺ എടുത്ത് നല്ലോണം കുത്തി ചെറുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ചിക്കൻ ക്ലീൻ ആക്കാമെന്നുണ്ടായിരുന്നേ. ചിക്കൻ ക്ലീൻ ആക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണം, ഒരുപാട് സമയം വേണം. ഞാൻ ഓരോന്നെടുത്ത് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് വേണ്ട ചിക്കനൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ എല്ലാ പൊടികളും കയ്യിൽ കിട്ടി എല്ലാ പൊടി എടുത്ത് വാരിയിട്ട് അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ലോണം മിക്സാക്കി ഒരു 2 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി നല്ല ചൂടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് മോളെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ചിക്കൻ ചൂടാറുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറി ലീവ്സൊക്കെ ഇട്ട് കട്ട് ചെയ്ത് ഒനിയനും ചില്ലിയൊക്കെ ഇട്ട് സെറ്റാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കുറച്ചൊന്ന് വാട്ടിയതിന് ശേഷം വേഗം ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഒന്ന് വാടി വരുമല്ലോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം നോക്കി കാത്തുനിന്ന് അതിന് ശേഷം കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എല്ലാ സാധനവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചറവറ അങ്ങനെ വാരി എടുത്തല്ലോ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ഇളക്കുന്ന നേരം കൊണ്ട് ചിക്കൻ ചൂടാറിയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് സ്ലിം ആക്കിയിട്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ചിക്കൻ ഓരോന്ന് എടുത്ത് നല്ലോണം ചെറുതാക്കി നല്ല ചൂടുണ്ട്. അതിന് ശേഷം ചിക്കൻ നല്ലോണം ചെറുതാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ സമൂസയ്ക്കും കട്ട്ലേറ്റിനും കൂടി വേണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം സമൂസയ്ക്ക് വേണ്ടി കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കട്ട്ലേറ്റിൽ നിന്ന് സമൂസയ്ക്ക് വേണ്ടത് കുറച്ച് ചപ്പിട്ടുണ്ടായിരുന്നേ. ചപ്പിട്ടതിൻ്റെ ശേഷമാണ് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. സമൂസയ്ക്കുള്ളത് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്കുള്ള നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചപ്പ് പുതിനയും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നേ. അങ്ങനെ അത് നല്ലോണം മിക്സാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്മെല്ല് കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ അത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിൽ നിന്ന് കേട്ടോ. ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും മടിയുള്ള കാര്യം. അങ്ങനെ ക്ലീൻ ചെയ്യാൻ ക്യാമറ പിടിച്ച് സെറ്റാവില്ല. അതുകൊണ്ട് ക്യാമറ എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കാൻ നല്ല രസമാണ്, പക്ഷേ കഴുകാൻ നല്ല പണിയാണല്ലോ. അതിന് ശേഷം എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മോൾക്ക് ഓരോ പരാതി മമ്മ വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അടുക്കള മൊത്തം ഒന്ന് സെറ്റാക്കി സുന്ദരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കിച്ചൻ്റെ പണിയൊക്കെ കഴിച്ച് പിന്നെ ആ സമൂസയ്ക്ക് നിന്നു കേട്ടോ. അങ്ങനെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ലീഫൊക്കെ കട്ടാക്കി ഓരോന്ന് അപ്പോഴേക്കും മോള് മമ്മ എന്നൊക്കെ വിളിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതിൽ കാണുന്നുണ്ടല്ലോ. അതിന് ശേഷം സമൂസൻ്റെ ഒക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നോരോ സെറ്റാക്കി അതിന് ശേഷം 2-3 എഗ്ഗൊക്കെ പൊട്ടിച്ച് കട്ട്ലേറ്റിന് വേണ്ടിയുള്ള സെറ്റാക്കി. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സ്മോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമുക്ക് വേണ്ട മസാല വേണ്ട ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് എഗ്ഗിൽ മുക്കുന്നു, ബ്രെഡിൽ മുക്കുന്നു, പിന്നെ എഗ്ഗിൽ മുക്കുന്നു, പിന്നെ ബ്രെഡിൽ മുക്കുന്നു. അങ്ങനെ 2 പ്രാവശ്യം സെറ്റാക്കി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. നല്ല ഷേപ്പും അതേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം എടുത്തു കേട്ടോ അങ്ങനെ ആക്കിയെടുക്കാൻ. ഓരോന്നൊക്കെ ആക്കി അങ്ങനെ ആക്കിയെടുക്കും. ഞാൻ 2 റൗണ്ടാക്കി ചെയ്യണതുകൊണ്ട് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ എഗ്ഗ് തീരുന്നു അല്ലെങ്കിൽ ബ്രെഡ് തീരുന്നു, അങ്ങനെ പിന്നെ ആക്കും ഇതന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം പണി. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ അൽഫാം ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അൽഫാമിന് വേണ്ടി ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ നടുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് വലിയ കഷ്ണമാവും ചെയ്യും, പെട്ടെന്ന് വേവും ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം അതൊക്കെ വരച്ചതിന് ശേഷം പിന്നെ കത്തി കൊണ്ട് വരട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നല്ല മസാലയൊക്കെ കയറി നല്ല സ്പൈസി ആയി നല്ല സോഫ്റ്റായി വരും കേട്ടോ. ഓവനിൽ വെച്ച് ആക്കുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ നോമ്പൊക്കെ ആകുമ്പോൾ ഇതാണല്ലോ ഏറ്റവും നല്ലത്. പിന്നെ മസാല ഞാൻ എപ്പോഴും വേഗം ആക്കി വെക്കും കേട്ടോ. കാരണം പൊരിക്കുന്നത് കുറവാണ്. അപ്പോൾ എപ്പോഴും മിക്ക സമയത്തും നമുക്ക് അൽഫാം ഉണ്ടാവല്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും മസാല വേഗം ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം പിന്നെ വലിയ പണികളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുമല്ലോ. അതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. മൂക്കിലേക്ക് ഇങ്ങനെ മസാല ഇങ്ങനെ മണത്ത് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് മാംഗോ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ച് പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് അപ്പോഴേക്കും മോളൊക്കെ വന്ന് മമ്മ ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെള്ളം ഒഴിക്കട്ടെ എന്നൊക്കെ ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അത് സെറ്റാക്കി 2 സൈഡ് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് മമ്മ നമുക്ക് നിസ്കരിക്കാൻ പോകാറ് മോള് വിളിക്കണ്ടായിരുന്നു, ഫാത്തിമ എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഒന്ന് അസറൊക്കെ നിസ്കരിച്ചേ. അത് ഞാനും മോളും അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ചിക്കൻ ഓവനിൽ വെച്ച് അൽഫാമാക്കാൻ സെറ്റാക്കി കേട്ടോ. അതിന് ശേഷം ചപ്പാത്തിയും പരത്തി ഒന്ന്
സെറ്റാക്കി എടുത്തിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ അതൊന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. ചട്ടി ചൂടാവുമ്പോൾ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല, സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ അതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. അത് സെറ്റായതിന് ശേഷം നമുക്ക് പിന്നെ അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കേണ്ട സമയത്ത് ഇക്ക ഷാനാ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള കാത്തിരിപ്പാണല്ലോ. ഈത്തപ്പഴം കയ്യിലെടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരി വന്നു, പിടിച്ച് നിൽക്കാനായില്ല. പിന്നെ അതൊക്കെ തിന്നു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തോന്നുന്നു. ഓ എന്താ അസുഖം, അൽഹംദുലില്ലാ. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കരിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങളെല്ലാം പൊരിച്ചതൊക്കെ. അങ്ങനെ നിസ്കരിക്കാൻ സമയത്ത് മോള് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഓൾ ഓഫാക്കുന്നു, ഓണാക്കുന്നു, ഓഫാക്കുന്നു, ഓണാക്കുന്നു, അങ്ങനെ ഒരു കളിയിലായിരുന്നു കേട്ടോ ഓള്. അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ചോദിച്ച് ചൂടാക്കിയിട്ട് ശേഷം നമുക്കൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ സമൂസ ആദ്യം പൊരിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റും പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമൂസയും കട്ട്ലേറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ശേഷം സെറ്റായതിൻ്റെ ശേഷം മാംഗോ ജ്യൂസൊക്കെ ഒന്ന് സെറ്റായി തണുത്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അൽഫാം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, സമൂസ, കട്ട്ലേറ്റ്, ചിക്കൻ കറി, മാംഗോ ജ്യൂസ്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നൈറ്റ് ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ കുറച്ച് സൺഫ്ലവർ സീഡ് എടുത്ത് കാണും ഇങ്ങനെ തിന്നേനും കേട്ടോ. ഞാനും മോളും നല്ല മത്സരമായിരുന്നു. ഓളിങ്ങനെ പൊട്ടിക്കുന്നു, ഫുള്ള് താഴത്ത് വെക്കുന്നു, പിന്നെയും പൊട്ടിക്കുന്നു, താഴത്ത് വെക്കുന്നു. ഇതന്നെ ഒരു മത്സരമാക്കി ഓളെടുത്ത് കേട്ടോ. പക്ഷേ ഞാൻ പൊളിച്ചെടുത്തപ്പോൾ ഓൾക്ക് പറ്റുന്നില്ല, ഓൾക്ക് ഒറ്റയ്ക്ക് കുളിക്കണം. അങ്ങനെ കുറച്ച് നേരം ഓൾ പൊളിച്ചതാക്കി. ഓളെ കളിയാണ് നല്ല രസമായിട്ട്. കുറേ നേരം അങ്ങനെ ഇരുന്ന് ഞാൻ ഓരോരോ കളി കണ്ടിരുന്നേ. അങ്ങനെ ശേഷം പിന്നെ ഞാനിങ്ങനെ തിന്നുകൊണ്ട് ഇക്കാക്ക് ഒരു രസം. ഇക്കാറിന് ഭാഷ നീ മത്സരത്തിനുണ്ടോ ചോദിച്ചു. കേക്കെടുത്ത് നമുക്ക് ഐ എം റെഡി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഭയങ്കര ഇതിലായിട്ട് പെട്ടെന്ന് എനിക്ക് പൊട്ടിക്കാൻ കഴിയും കേട്ടോ. നീ അതൊക്കെ അത് പൊട്ടിച്ച് കൈകൊണ്ടൊക്കെ എടുത്തിട്ടാട്ടോ. പിന്നെ ഞാനൊക്കെ മത്സരം വെച്ച് അതിൽ ഞാൻ തന്നെ ആട്ടോ ജയിച്ചത്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ജയിച്ച്. എനിക്ക് 59, മുപ്പരാക്ക് 42 ആട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.